എവിടേക്കാ പോണേ? സിനിമയ്ക്ക് പോവാ? ഹലോ എന്ന് പറഞ്ഞേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ തന്നെ ആവാനാണ് ചാൻസ്. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് സിനിമയ്ക്ക് പോകുന്നത്. ഒരു 3-4 മാസത്തായി ഇപ്പം സിനിമ കണ്ടിട്ട്. കുറേ നാളെന്ന് ചിലവർക്ക് കുറേ നാളെന്ന് തോന്നും, ചിലവർക്ക് അത്രയായിട്ട് തോന്നില്ല. വാ. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഒരു സിനിമയ്ക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആവാൻ പോവാണ്. അപ്പോൾ സിനിമയ്ക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് അങ്ങനെ പോയാലോ എന്ന് ഇത് ആലോചിച്ചത്. കുറേ നാളുകളായിട്ടുണ്ട് ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ട്. അപ്പോൾ അത് കാരണമാണ് പെട്ടെന്ന് ഒരു സിനിമയ്ക്ക് പോകാൻ തോന്നിയല്ലേ. സിനിമയ്ക്ക് പോവാൻ തീരെ ഇഷ്ടമില്ലാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവരെ എങ്ങനെയായിരിക്കും അവിടെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ ചിലപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോൾ നല്ലതിലിരിക്കും. അപ്പം അതെങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. അപ്പം എന്തായാലും പോയി നോക്കാം. എന്താ അവിടെ കയറിയിരിക്കണേ? അമ്മ പറഞ്ഞതല്ല അങ്ങോട്ട് പോയിക്കോളാം. എന്തിനാ ഇവിടെ ഇരുന്നേ? പറയ്. ഇവിടെ അവിടെ ഇരിക്കാനാ ഇഷ്ടം? അന്നമ്മ റെഡി ആയില്ലോ. ഹലോ എന്ന് പറഞ്ഞേ. ഹലോ, സൂപ്പറായിട്ടാ. അന്നമ്മൂന് ഡ്രസ്സ് മാറ്റി. അന്നമ്മൂന് എന്താ പറയുക, എന്തായാലും ഒരു തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതായതുകൊണ്ട് അത്യാവശ്യം തണവുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങനത്തെ വിൻ്റർ ടൈപ്പ് അങ്ങനത്തെ ഡ്രസ്സാണ് കേട്ടോ. ടീഷർട്ട്, ടോപ്പ്. അപ്പോൾ അതും ജീൻസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് കവർ ചെയ്ത് ഇരിക്കുമല്ലോ. അപ്പോൾ പിന്നെ വലിയ തണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. പോവാം. എവിടേക്കാ പോണേ? സിനിമയ്ക്ക് പോവാ? ടാറ്റ. 6:45 നമ്മുടെ മൂവി ടൈം. അപ്പോൾ നമ്മൾ അപ്പോഴേക്കും റെഡി ആയിട്ട് ഒരു 6:15 ആയപ്പോഴേക്കും നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇനി തിയേറ്ററിൽ പോയിട്ട് സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി വിശേഷം പറയാം. എന്തിനാ കയ്യിലത്തെ സാധനമൊന്നും വേണ്ട കേട്ടോ, അതൊക്കെ അവിടെ വെച്ചിട്ട് വന്നാൽ മതിയേ. അതൊന്നും ആവശ്യമില്ല, അതൊന്നും വേണ്ട. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക, വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാരണം പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ 6:15 ആകുമ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞൊരു ഫീലായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ തോന്നി. നമുക്ക് തിയേറ്ററിൻ്റെ അവിടുത്തെ ആ സൈഡിലത്തെ പാർക്കിംഗ് തന്നെ കിട്ടിയ കാരണം വലിയ കുഴപ്പമില്ല, വേഗം എത്തി. പിന്നെ ഇൻ്റർവെല്ലായ സമയത്ത് വേഗം പോയിട്ട് രണ്ടാൾക്ക് പോപ്കോണൊക്കെ മേടിച്ചിട്ട് വന്നു. കാരണം പിള്ളേർക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ഒരു മൂവി അല്ലല്ലോ, അവർക്കൊന്നും മനസ്സിലാകുന്നില്ലേ കാണുമ്പോൾ. കുറച്ച് പാട്ടും എല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർ കണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ പിന്നെ ബാക്കിയുള്ള ഭാഗം സമാധാനമായിട്ട് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടോ. പക്ഷേ എനിക്ക് സിനിമ ഇഷ്ടമായി. കാരണം എനിക്ക് ഇങ്ങനത്തെ ഈ ടൈപ്പ് മൂവീസ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ബാക്കി എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇങ്ങനെ ബേസിൽ വരുന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി കണ്ടിരിക്കാനൊരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ മൂവി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനത്തെ അല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സിനിമ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗം പാർക്കിങ് തൊട്ട് താഴെ കാരണം വേഗം ഇറങ്ങി. അല്ലായിരുന്നെങ്കിൽ പിന്നെ ബാക്കി ഷോപ്പും അല്ലെങ്കിൽ ഫുഡ് കോർട്ടൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും വാശി പിടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ സിനിമ കണ്ട ആ ഭാഗത്ത് തന്നെ ഉള്ളതോടെ വേഗം ഇറങ്ങി. കാരണം പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങിട്ടോ. 6:45 ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹലോ, അങ്ങനെ നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് കണ്ടിട്ട് വന്നു. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ലാസ്റ്റ് വരെ എന്താണെന്ന് അറിയാൻ അങ്ങനത്തെ ഈ സസ്പെൻസുള്ള മൂവീസ് ഭയങ്കര ഇഷ്ടം. പിന്നെ
ചില സിനിമകളൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സ്റ്റോറി വരുന്നതെന്ന് നമ്മൾ തന്നെ ഇങ്ങനെ വിചാരിക്കില്ല. പക്ഷെ ഇതിൻ്റെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്ന ലാസ്റ്റ് വരെ ഇങ്ങനെയായിരിക്കും ആ ഒരു ഇത് പോവാന്നുള്ളത് ഒട്ടും മനസ്സിലാവുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി സിനിമ. പക്ഷെ കുട്ടികൾക്കൊന്നും മനസ്സിലാവാനുള്ളത് അല്ലെങ്കിൽ അങ്ങനെ പാട്ടോ അങ്ങനത്തെ ഇതുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അന്നമ്മ അവിടെ ഓടി നടക്കലും ഇതൊക്കെ ആയിരുന്നു. വലിയ ശല്യം ഉണ്ടായില്ല, എന്നാലും കുഴപ്പമില്ലാതെ കാണാൻ പറ്റും. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി സിനിമ. അപ്പോൾ നല്ല സിനിമയായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കുഞ്ഞൊരു മൂവിയുടെ സിനിമയ്ക്ക് പോകുന്നതിൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ, ഒരു വ്ലോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.